വി.ഡി. സതീശൻ ഗവൺമെൻറ്റിൻ്റെ 2026-27 വർഷത്തേക്കുള്ള പുതിയ ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. 1,69,646.37 കോടി രൂപ റവന്യൂ വരവും 2,05,1.67 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇതിൽ റവന്യൂ കമ്മിയായി വരുന്നത് 35,355.30 കോടി രൂപയാണ്. പക്ഷേ ഇതിൽ പല കാര്യങ്ങളും ഒരു ആഗ്രഹപ്രകടനം മാത്രമായി മാറിയിട്ടില്ലേ എന്ന് നമ്മൾക്ക് കാണാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ വ്യോമഗതാഗത നയം. ഇത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണത്തിൽ വരുന്നതാണോ? ഇതൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണത്തിൽ വരുന്നതല്ലേ? പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലുള്ള എയർപോർട്ടുകൾ ഒക്കെ അഡാനി പോലുള്ള അവർക്ക് നിരവധി വർഷത്തേക്കുള്ള അത് ടെൻഡർ നൽകി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ കേരളത്തിൽ ഇന്ന് കാണുന്ന വരുമാന വർധനവിന് ഉതകുന്ന പല കാര്യങ്ങളും ഇതിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ ഏതെങ്കിലും പുതിയ വ്യാപാരമോ വ്യവസായമോ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അതിനുമുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. 3-4 കാര്യങ്ങൾ പറയും. ഒന്ന്, ഉദ്യോഗസ്ഥ തലത്തിൽ അതിന് ആവശ്യമായ ലൈസൻസുകളും പെർമിറ്റുകളും കിട്ടുന്നതിനുമുള്ള തടസ്സം. അത് ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കുന്നതിന്, വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതിന് എന്നിവയടക്കമുള്ള കാര്യങ്ങളെല്ലാം വരുന്ന തടസ്സങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ തടസ്സം വരുന്നത് നോക്കുകൂലിക്കാരും ഹെഡ് ലോഡ് വർക്കേഴ്സും ഉണ്ടാക്കുന്ന തടസ്സമാണ്. മൂന്നാമത്തെ കാര്യം വരുന്നത് സ്ഥിരം പിരിവുകാരായ രാഷ്ട്രീയ പിരിവുകാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങാൻ ആരംഭിച്ചാൽ ഈ വിഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ശല്യം ഇല്ലാതാക്കുന്നതിന് ഗവൺമെൻറ് ഒരു നടപടിയും പറയുന്നില്ല. ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ വിഭാഗങ്ങളിൽ നിന്ന് കൃത്യമായി സമയബന്ധിതമായി അവരുടെ ഉത്തരവാദിത്വത്തിൽ അതിന് ലൈസൻസും പെർമിറ്റും കൊടുക്കുന്നതിനുള്ള സംവിധാനം ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പറയുന്നേയില്ല. രണ്ടാമത്, ഈ ബജറ്റിൽ പറയാത്ത ഒരു പ്രധാന കാര്യമാണ് നോക്കുകൂലിക്കാരിൽ നിന്നും ഹെഡ് ലോഡ് വർക്കേഴ്സിൽ നിന്നും അതുപോലെ രാഷ്ട്രീയ പിരിവാരിയിൽ നിന്നും ഇവിടെ മുതൽ മുടക്കാൻ വരുന്നവർക്ക് പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കും എന്നത്. അതൊന്നുമില്ലാതെ ഇവിടെ പുതുതായ വ്യവസായങ്ങളോ വ്യാപാരങ്ങളോ അതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങളോ ആരംഭിക്കുന്നതിന് പലരും തയ്യാറാകുകയില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിക്കും മറ്റു മാത്രമായി ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും അതുപോലെ വാട്ടർ അതോറിറ്റിയിൽ നിന്നും അതുപോലെ വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ അതിനുള്ള ലൈസൻസുകളും പെർമിറ്റുകളും കൊടുക്കുക എന്നുള്ളത് അതും കാണുന്നില്ല. അതൊരു വലിയ തടസ്സമായി ഞാൻ കാണുന്നു. അതുപോലെ കേരളത്തിന് ഏറ്റവും നന്നായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ ടൂറിസം. അത് അലോപ്പതി ആയാലും ആയുർവേദമായാലും പാരമ്പര്യവേദമായാലും ഒരുപക്ഷെ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാവുന്നതും ലോകത്ത് മറ്റെവിടെയും പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ ചികിത്സ വളരെ 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 ചിലവേറിയതാണ്. അത് സാധാരണ രോഗങ്ങൾക്കുള്ളതായാലും അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം കിട്ടുന്ന പല ആയുർവേദ പാരമ്പര്യ ട്രീറ്റ്മെൻറ്റുകളായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദന്തിഷ്ട്രിയുടെ കാര്യമായാലും അതുപോലെ ത്വക്ക് രോഗത്തിൻ്റെ കാര്യമായാലും അതുപോലെ ഉള്ള മറ്റു രോഗങ്ങളുടെ കാര്യമായാലും അതിന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല രീതിയിൽ ചികിത്സ ലഭിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേരളം. വന്ന് താമസിക്കുന്നതിനും പോകുന്നതിനുമൊക്കെയുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ കേരളത്തിന് ലോകത്തിലെ ഇതിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറാൻ സാധിക്കും. പക്ഷേ അതിന് ഒരു പ്രവർത്തനവും ഈ ബജറ്റിൽ വയ്ക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നിട്ടുമില്ല. അത് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ വരുമാനം വളരെയധികം കോടി രൂപ വർദ്ധിക്കുന്നതിന് സഹായിക്കുമായിരുന്നു. വളരെയധികം പേർക്ക് തൊഴിൽ നൽകുന്നതിനും സഹായിക്കുമായിരുന്നു. അത് കണ്ടില്ല. അതുപോലെ മെഡിക്കൽ കോളേജുകളിൽ പലതും വളരെ അപര്യാപ്തമായി വളരെ ബുദ്ധിമുട്ടിൽ കഴിയുമ്പോൾ പുതുതായി 2 മെഡിക്കൽ കോളേജുകൾ വരുന്നു. വാസ്തവത്തിൽ അത് ശരിയാണോ?
ഉള്ള സ്ഥാപനങ്ങൾ നന്നായി നടത്താതെ പുതുതായി രാമേശ്വരത്തെ ക്ഷൗരം എന്ന് പറയുന്ന രീതിയിൽ പുതുതായി സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഏതെങ്കിലും രാഷ്ട്രീയ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു വേദിയായിട്ട് സംസ്ഥാന ഫിനാൻസിനെ മാറ്റുമ്പോഴാണ് വികസനമില്ലാതെ ഉള്ള പണം പോലും വേസ്റ്റായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഉള്ള കാസർഗോഡ്, കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം വയനാട് പോലുള്ള സ്ഥലങ്ങളിലുള്ള മെഡിക്കൽ കോളേജുകളും അവിടെയുള്ള ലാബോറട്ടറികളുമൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്കൊന്നും പലപ്പോഴും തിരുവനന്തപുരത്തേക്ക് വരുന്ന ആവശ്യം പോലും ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിൽ ഞാൻ പ്രത്യേകിച്ച് കാണുന്നില്ല. അതുപോലെ 87,000 അധികം കോടി രൂപ കൊടുക്കാനുണ്ട്, കൊടുത്തു തീർക്കാനുണ്ട്. അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. കഴിഞ്ഞ 10 വർഷത്തെ നേട്ടമായിട്ട് നമുക്ക് കരുതാം. ആ നേട്ടം തിരിച്ചടയ്ക്കാനുള്ള നടപടികൾ എങ്ങനെ എടുക്കും, എങ്ങനെയാണത് ഭാഗമായിട്ടെങ്കിലും കൊടുത്തു തീർക്കുക എന്നുള്ളത് ഈ ബജറ്റിൻ്റെ ഒരു കണക്കിലും ഉൾപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. നെൽകർഷകർ, അവരെ ബാധിക്കുന്ന പ്രശ്നം വളരെ രൂക്ഷമാണ്. പക്ഷേ ആ നെൽകർഷകർക്ക് എത്ര സമയത്തിനുള്ളിൽ അവരുടെ നെല്ല് എടുക്കുന്നതിനുള്ള പൈസ കിട്ടും എന്ന് യാതൊരു ഉറപ്പും നൽകുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയധികം അവഗണിച്ചിട്ട് ഇതെല്ലാം ഇല്ലാതെ പലപ്പോഴും ഒരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിൻ്റെ ബഹിസ്ഫുരണമായിട്ടാണ് ഈ ബജറ്റിനെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. യാഥാർത്ഥ്യ ബോധ്യം ഉള്ളതിൽ നിന്നും വളരെ അകന്ന് എന്ന് പറയേണ്ടി വരും. ആ യാഥാർത്ഥ്യ ബോധ്യത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് വികസനമുണ്ടാകുന്നില്ല എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വ്യാപാര മേഖലയിലും വ്യവസായ മേഖലയിലും അതുപോലെ ടൂറിസം മേഖലയിലും ഉണ്ടാകാവുന്ന വികസനങ്ങൾ ഏത് രീതിയിൽ എത്ര നല്ല രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനു വേണ്ട ഉറപ്പാണ്. ഇവിടെ മുതൽ മുടക്കുന്നവർക്ക് ദേഹരക്ഷയും ഒക്കെ ഉറപ്പാണ്. അവർക്ക് ആരുടെയും ഭീഷണി വരേണ്ടി വരില്ല. മുതൽ മുടക്കാൻ വരുന്നയാൾക്ക് അവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടും, അതിനുള്ള തടസ്സങ്ങളുണ്ടാകുന്നില്ല എന്നൊക്കെ ഉറപ്പാക്കേണ്ടത്. അതിനുള്ള യാതൊരു കാര്യങ്ങളും ഇതിലൊന്നും സൂചിപ്പിക്കുന്നേയില്ല. അതുപോലെ ഒരു സമുദ്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലെല്ലാം എടുക്കുന്ന സമയത്ത് ആഗ്രഹപ്രകടനങ്ങളല്ലാതെ അതിന് വേണ്ടി വരുന്ന ആ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരികയാണെങ്കിൽ അതിന് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒന്നുമില്ല പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ 35,500 കോടി രൂപയിൽ നിന്ന് 30,000 കോടി രൂപയായിട്ട് മൂലധന നിക്ഷേപം കുറയുകയാണ്. ആ സമയത്ത് സ്വകാര്യ മേഖലയിൽ നിന്നോ വിദേശത്തു നിന്നോ മുതൽ മുടക്കുണ്ടായാൽ മാത്രമേ ആ മേഖലകളിൽ വികസനം നടപ്പാക്കാൻ സാധ്യമാകൂ. അവർക്ക് എന്ത് അഷുറൻസാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് ഇതിലൊന്നും കാണുന്നില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ആൾ ഇന്ത്യ തലത്തിൽ നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളും, അതിൽ വളരെ വലിയ സംസ്ഥാനങ്ങൾ തന്നെ കാണാം, റവന്യൂ കമ്മി അത് ഒഴിവാക്കി റവന്യൂ സർപ്ലസിലേക്ക് വരെ എത്തിയ സംസ്ഥാനങ്ങൾ കാണാൻ പറ്റും. ഇപ്പം ന്യൂഡൽഹി, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, മണിപ്പൂർ, പിന്നെ മറ്റൊരു 9 സംസ്ഥാനങ്ങൾ അത് റവന്യൂ സർപ്ലസിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. ഗോവ, ജാർഖണ്ഡ്, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട്, ത്രിപുര ആൻഡ് ഉത്തർപ്രദേശ് ടാർഗറ്റഡ് സീറോ റവന്യൂ ഡെഫിസിറ്റ്. അതിൽ 4 സംസ്ഥാനങ്ങൾ ഗോവ, ജാർഖണ്ഡ്, ത്രിപുര ആൻഡ് ഉത്തർപ്രദേശ് അച്ചീവ്ഡ് റവന്യൂ സർപ്ലസ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതൊരു ടാർഗറ്റ് വെച്ചെങ്കിലും അതിലെത്താൻ പറ്റിയില്ല. 18 സംസ്ഥാനങ്ങൾ റവന്യൂ സർപ്ലസ് ടാർഗറ്റ് ചെയ്തു. അതിൽ 9 എണ്ണം ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, മിസോറാം ആൻഡ് തെലങ്കാന അത് ഇപ്പോഴും റവന്യൂ ഡെഫിസിറ്റിൽ തന്നെയാണ്. പക്ഷേ മറ്റ് 10 സംസ്ഥാനങ്ങൾക്ക് റവന്യൂ സർപ്ലസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാനങ്ങൾക്കാകും എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉൽപ്പാദന മേഖലകളുടെ വികസനമുണ്ടാകുക, അതിന് ആരൊക്കെയാണ് ആകർഷിക്കാൻ സാധിക്കുക, അവർക്ക് അഷുറൻസ് കൊടുക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിലേക്ക് ആളുകൾ
വരാനായിട്ട് സാധ്യതയുണ്ടാകുക. ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് 2002 കൊണ്ടുവന്ന ഹെഡ് ലോഡ് വർക്കേഴ്സ് ആക്ട് അത് UDF ഗവൺമെൻറ് നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല LDF ഗവൺമെൻറ് വിഡ്രോ ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള നിയമങ്ങൾ കൂടി വരണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ള 4 ലേബർ കോഡ്സ് അതിന് അനുസൃതമായിട്ട് ലേബറിനും സുരക്ഷിതത്വവും അതേസമയം മുതൽ മുടക്കുന്നവൻ്റെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന വിധത്തിലുള്ള നടപടികളാണ് ആവശ്യമുള്ളത്. അത് ഉണ്ടായാലേ നമ്മൾക്ക് വികസനം ഉറപ്പാക്കാൻ സാധ്യമാകുള്ളൂ. പിന്നെ അതുപോലുള്ള മേഖലകൾ നമ്മൾക്ക് ഇപ്പോഴേ കയ്യിലുള്ള ആയുർവേദം, അതുപോലെ അലോപ്പതി, അതുപോലെ പരിമിത വൈദ്യം, ഇതുമൂലമുള്ള ചികിത്സാ രംഗത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പബ്ലിസിറ്റി കൊടുക്കുകയും അതിനെ അഖില ലോക ഏറ്റവും നല്ല സ്ഥലമായിട്ട് അത് മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ അത് മാറ്റാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഞാനീ പറഞ്ഞതുപോലെയുള്ള നല്ല സംവിധാനങ്ങൾ ഒരുക്കുകയും താമസിക്കുന്നതിനും ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിനും ആ അഷുറൻസ് സെക്യൂരിറ്റി അത് ഉറപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെയധികം ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് പ്രവഹിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ കേരളമൊക്കെ ഒരു യൂണിവേഴ്സിറ്റികളിലേക്ക് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ കിട്ടുന്നതിനോ പുറത്തുനിന്ന് കിട്ടുന്നതിനോ വളരെ കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് ശോഭിക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല 500 യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 52 എണ്ണം ഇന്ത്യയിൽ നിന്നാണ്, ഏകദേശം 10%-ലധികം. പക്ഷേ കേരളത്തിൽ നിന്ന് ഒന്നുപോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ലിറ്ററസി കാര്യത്തിൽ വളരെ മുന്നിലാണ് എന്നൊക്കെ പറയുകയാണെങ്കിലും പല സംസ്ഥാനങ്ങളും 100% ലിറ്ററസി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിൽ നിന്നും മുന്നേറിയിട്ടില്ല. അതിൽ നിന്നും അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണവശം അതിൻ്റെ മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത്. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ വളരെയധികം കാര്യങ്ങൾ ഈ ബജറ്റിൽ ചെയ്യാമായിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.